കരയാൻ പാടില്ല. ഇതെന്താ? ഇതെന്തിനാ അവിടെ പോയിരിക്കും? എന്തിനാ നിങ്ങൾ കരയണ? അള്ളാന്റെ മുന്നിലെല്ലാരും എന്തെങ്കിലും വിഷമം? അള്ളാഹു ബർക്കത്ത് സന്തോഷം കൊണ്ട് കരയാ. നൂറേ ഹബീബേ നൂറേ ഹബീബേ നൂറേ ഹബീബേ. ഒരാള് 15,000 റുപ്യ. എത്ര? അതന്നെ ഞാൻ പറഞ്ഞു 15,000. എങ്ങനെ പറയാം? ഇതെന്താ സംഭവം? എന്തിനാ ഇവിടെ വന്നീന്നു? തന്റെ ഭർത്താവ് സ്റ്റോക്ക് വന്നിട്ട് കൊഴഞ്ഞു പോയി. ഭയങ്കര വിഷമേനു. ഇവിടെ വന്നു അൽഹംദുലില്ലാ. വീണ്ടും രോഗം മാറി ഗൾഫിൽ പോയി. 10 യതീം മക്കൾക്ക് തന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യതീം മക്കൾ കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല യതീം മക്കളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സന്തോഷം അല്ലാഹു നൽകി. ഈ അരി ചാക്കല്ല, ചാക്കരി ഒരു പോയോ? അരി ചാക്ക് താത്തോട് എന്ത് വന്ന് നേരം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മാഷാ അല്ലാഹ്. ഗർഭപാത്രത്തിന് മുഴയുന്നു, അത് ക്യാൻസർ ആണെന്ന് വിധി എഴുതി ഒടക്കാട് വന്നിരുന്നു. സ്വലാത്ത് ചൊല്ലി നമ്മളിവിടെ വന്നോട് അങ്ങനെ പറയാം. പിന്നെ നമ്മൾ പറയും നമ്മൾ കണ്ണേർ ബാത്തിലാക്കാൻ പറയും. എല്ലാ രോഗത്തിനും ഏറ്റവും വലിയ ഷിഫയാണ് എന്ത്? കണ്ണേർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ വന്നു അൽഹംദുലില്ലാ. ഏത് സ്വലാത്തിൽ പങ്കെടുത്തു, കണ്ണേർ ബാത്തിലാക്കി. തന്റെ വയറ്റിൽ കിടക്കുന്ന മുഴ പിന്നെ പോയി ടെസ്റ്റ് ചെയ്തപ്പോ അതിനൊരു രോഗം ഇല്ല എന്ന് പറഞ്ഞു. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇനി രോഗം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. ഇതാരൊക്കെ പൈസ? യതീം ഇതെന്താ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറയല്ലോ, തക്ബീർ ചൊല്ലിയാണ് കേട്ടോ. തക്ബീർ ചൊല്ലിയാണ്. ഇക്കാമ പുതുക്കി കിട്ടിയോ? മാഷാ അല്ലാഹ്. ഇവിടെ വന്നീന്നല്ലോ അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സലാത്തുൽ സ്വർണ്ണം. ഇതാർക്കാ സ്വർണ്ണം? യതീം മക്കൾക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഞാൻ കിട്ടുന്നത് ഇങ്ങനെ വിളിച്ചു പറയും. വിളിച്ചു പറയും. അതിനെ ഇപ്പൊ കുരു പൊട്ടിയിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പേടിക്കാൻ അല്ലെ? പടപ്പുകളെ പേടിച്ചാൻ പറ്റുമോ? അള്ളാഹിനെ പേടിച്ചാൽ പോരെ. ഒരു ഉമ്മ മോതിരം തന്നിട്ടുണ്ട് യതീം മക്കൾക്ക്. എന്റെ ഉമ്മ പ്രാഹത്തായോ? ഇവിടെ വന്നീന്നല്ലേ? ഒക്കെ റാഹത്തായി. ഭർത്താവിന്റെ രോഗം മാറി, ലൈസൻസ് ശരിയായി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കരയാൻ പാടില്ല. ഇതെന്താ? ഇതെന്തിനാ അവിടെ പോയിരിക്കും? എന്തിനാ നിങ്ങൾ കരയണ? അള്ളാന്റെ മുന്നിലെല്ലാരും എന്തെങ്കിലും വിഷമം? മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് സന്തോഷം കൊണ്ട് കരയാ. സന്തോഷം കൊണ്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനോ എന്താ പേര്? കുഞ്ഞു മുഹമ്മദ്. സ്റ്റോക്ക് വന്നിരുന്നു, ഭയങ്കര വിഷമം. സ്റ്റോക്ക് വന്നിട്ട് ബുദ്ധി പോയി. ഇവിടെ വന്നിരുന്നു അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ കണ്ടോ നിങ്ങള്? രോഗം മാറി. അള്ളാഹു തന്ന നിഅമത്താണ്, അതിന് സമ്മാനാണ്. നിങ്ങൾ നോക്കി. അള്ളാഹു രോഗം തരാതെക്കട്ടെ. ആഫിയത്ത് അള്ളാഹു തരട്ടെ. ഈ ബുദ്ധിയും ഈ ആഫിയത്തും അള്ളാഹു മരിക്കൽ അള്ളാഹു നിലനിർത്തട്ടെ. എന്റെ കണ്ടങ്ങള് സ്റ്റോക്ക് വന്ന് തളർന്നിട്ട് ബുദ്ധി ഇല്ലാതെ ഇവിടെ കൊണ്ടുവരുമ്പോ ഇപ്പൊ അൽഹംദുലില്ലാ യതീം മക്കളെ ബർക്കത്ത് എന്റെ കറാമത്തല്ല. അള്ളാഹു ശിഫ തരാതിരിക്കട്ടെ. അവിടെ എനിക്കൊരു തക്ബീർ ചൊല്ലിട്ട് അടുത്ത സ്വർണ്ണം സന്തോഷം കൊണ്ട് കരഞ്ഞു. അള്ളാഹു ബർക്കത്ത്. ഇതെന്തത്? ഭർത്താവിന് അപസ്മാരുണ്ടായി. എത്ര കൊല്ലായി? 1 കൊല്ലല്ലേ? ഇവിടെ വന്നീന്നോ? അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ഇതൊക്കെ റബ്ബ് തന്ന നിഅമത്താണ്. സ്വലാത്ത് കൊണ്ട്
സ്വലാത്തിന്റെ പവർ ഭർത്താവിന് അപസ്മാരെന്നു അത് മാറിയിട്ടില്ല. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു പറഞ്ഞു ഞാനിപ്പില്ലല്ലോ ഇനി പറയല്ലോ. എന്താ റാഹത്തായോ? ഇതിന്റെ ഇന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ ഒരു കൂട്ടുകാരനാ. എന്ത് വിഷമം ഒന്നുമില്ല അപ്പു ഓടി വരും. റാഹത്തായോ? മറ്റേ ലൈസൻസിന്റെ മാഷ റാഹത്താണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്നേഹബോധ ഒരുപാട് അപ്പൂടെ ബർക്കത്ത് ചെയ്യട്ടെ. നന്നായോ? മകന് കൂട്ടുകെട്ടിൽ പെട്ട് ബുദ്ധിമുട്ടൊക്കെ റാഹത്തായി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. ഇത് തന്നോലൊക്കെ എന്നെ കണ്ടിട്ട് പോയാൽ മതി. ഇതെന്താ ആർക്ക്? മോനക്ക് അപസ്മാരുണ്ട്. എത്ര കൊല്ലം? ഇപ്പൊ എത്ര കൊല്ലം ഉണ്ടായിരുന്നു അപസ്മാരം? 2 വർഷം മകൻക്ക് അപസ്മാരം. ഇവിടെ വന്നതിന് പിന്നെ ഇന്നെ കണ്ടിട്ട് പോണം കേട്ടോ. ദത്യമക്കല്ലേ ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മാറിയോ? മാഷാ അല്ലാഹ്. ബ്ലീഡിങ്ങിന്റെ ഇത് ദത്യമക്ക. പിന്നെ ആരാ? സഫിയ പിടിയ മോതിര. മാഷാ അല്ലാഹ്. നിങ്ങളെ ഭർത്താവ്? ഇത് ചെന്നത്തിരിക്കൊടി. ഇല്ല ഇനി മതി. ഫതില് മതി. അത് സ്ഥലത്തുള്ള പൈസ ഇതെന്താ? എന്റെ നീ എത്തി വെച്ചു. നിങ്ങളെ പൈസ വാങ്ങല്ലേ? ഫതില് പറയണം. മറിക്ക് അങ്ങോട്ട് പോയി ആൾ കാണുങ്ങൾ മുന്നേ അങ്ങോട്ട് പോയി. ഇതെന്താ ഉമ്മ? ആദ്യമായിട്ട് ശമ്പളം. എന്റെ മകന് പണിക്കൊന്നും പോകില്ല. വീട്ടിൽ കുത്തിരിക്കുന്നു. പുറത്തിറങ്ങൂല. വലിയ വിഷമന്നു. ഉമ്മ ഇവിടെ വന്നു. ഓന് ഗൾഫിൽ പോയി. കണ്ണീർ നീക്കി ഇപ്പൊ സമ്പാദിച്ചു. ഓന് സമ്പാദിച്ച പൈസ ഒരു എത്തിമക്കല്ലേ? 5000. അള്ളാഹു പറഞ്ഞു എല്ലാ പൈസ തന്നോലൊക്കെ മാറി. ഇതെന്താ? മക്കളിനൊന്നുമില്ലല്ലോ. ഇതെന്താ? ഗർഭപാത്രത്തിൽ മോയുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ വന്നില്ലേ? കണ്ണേറ് പേടിക്കണം. ഞാൻ മാർക്ക് ഈ തക്കിപ്പിൽ ചൊല്ലാണ്. എത്ര സ്ഥലം? 2 കൈ മാറി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങക്കും സമ്പത്തൊക്കെ അള്ളാഹു തരട്ടെ. ഈ പറഞ്ഞു ഈ തന്നത് അള്ളാഹു വെറുതെയാക്കാതെക്കട്ടെ. നാളെ അള്ളാഹു സ്വർഗത്തിൽ വലിയൊരു അമല അള്ളാഹു സുഖക്കെ എത്തിയ മക്കൾക്ക് തന്നു. 77 മക്കൾ. ഒരു കുട്ടിനെ കെട്ടിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു കുട്ടിനെ കെട്ടിച്ചോളിന്റെ കൂട്ടത്തില് നിങ്ങളുണ്ടല്ലേ? നമ്മള് 5 പവനും 4 പവനൊക്കെ നീണ്ട് കൊടുത്ത് നമ്മളെ മക്കൾ 77 മക്കളെ അവിടെ കെട്ടിച്ചിട്ടുണ്ട്. ഒരാളേക്ക് പോയിട്ടും ഒരു 100 റുപ്യ കൊണ്ടാന്ന് പറഞ്ഞ ആരേത്ത് പോയിട്ട് പിരിച്ചിട്ടില്ല. ഒരാളേക്ക് പോയിട്ടൊന്നില്ല, പിരിച്ചിട്ടില്ല. 3.5 ഏക്കർ സ്ഥലം പാവപ്പെട്ടവർക്കും എത്തിയ മക്കൾക്കും വാങ്ങിയിട്ടുണ്ട്. ഒരാളേക്ക് പോയിട്ട് പിരിച്ചിട്ടില്ല. ഒരുപാട് മദ്രസകള്, ഒരുപാട് പള്ളികള് ഒരാളേക്ക് പോയി പിരിച്ചിട്ടില്ല. 17ഓളം എത്തിയ മക്കൾക്ക് നയന മനോഹരമായ ഭവന വീട് ഒരാളേക്ക് പോയി പിരിച്ചിട്ടില്ല. 100 ചില്ലാണ് എത്തിയ മക്കൾക്ക് ഒരു മാസം ചെറിയ പിഞ്ചു മക്കൾക്ക് ഒരു കുടുംബത്തിന് 5000 വെച്ചിട്ട് 5000 10,000 വെച്ച് ഒരുപാട് എത്തിയ കുടുംബത്തിന്. ഒരാളെ മുന്നിലും ചെന്നിട്ട് ഞാനൊരു പിന്നെ ചാരിറ്റി നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കയ്യിൽ ഞാനൊരു 10 പൈസ വാങ്ങിയിട്ട് ഇവിടെ വരും. പല ആളുകൾക്കും ഓലക്ക് എന്ത് ചെയ്യും? ഒരു ഫദ്ല് കിട്ടും. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 30-ാം തീയതി, ഈ മാസം 30-ാം തീയതി, ഇന്നിപ്പോ എത്രാം തീയതി? 2-ാം തീയതി. ഇൻഷാ അല്ലാഹ് ഈ മാസം 30-ാം തീയതി 20 മക്കളെ കല്യാണം. എത്ര? 20 കുട്ടികൾ. ഞാൻ ഓരോരുത്തരെ പെണ്ണെന്ന് വിളിച്ചുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും തരൂല. അതിന്റെ അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇൻഷാ അല്ലാഹ് ഈ കല്യാണത്തിന് 1 കോടി റുപ്യാണ്. എത്ര? 1 കോടി. അൽഹംദുലില്ലാഹ് നൂറെ ഹബീബിനെ സംബന്ധിച്ച് തന്നതില്ല. അതൊരു വലിയൊരു വിഷമല്ല. ഇവിടെ ഓരോരുത്തരും കൂടുതൽ അള്ളാഹു തരുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് അള്ളാഹു നൽകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല യതീം മക്കളെ നോക്കാനുള്ള ഖൽബ് അല്ലാഹു നൽകട്ടെ. അല്ലെ, ഒരുപാട് യതീമായി വളർന്നവർക്ക് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ വേദന അറിയുള്ളൂ. അറിയോ? ഇൻഷാ അല്ലാഹ് ഇവിടെ മോദിനും ഇങ്ങനെ ഓരോരുത്തരെ കൊടുന്നേരും. അല്ലാഹു ഓർക്കൊക്കെ ഇതൊക്കെ യതീം മക്കളെ കല്യാണത്തിനുള്ളതാണ്. ഇതൊക്കെ ഇവിടെ വരും. ഇപ്പൊ ഈ അടുത്ത ഈ മാസം 20-ാം തീയതിക്കുള്ള ഓരോരുത്തർ നിയ്യത്താക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതെന്തിനാ നേർച്ചയാക്കി? അണ്ടാശയം ഗർഭാശയം എടുത്ത് കളയാൻ 5 ഡോക്ടർമാർ പറഞ്ഞില്ലേ? അങ്ങനെ സലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ തുടങ്ങി അല്ലെ. രോഗം വന്നാൽ മരുന്ന് കുടിക്കണം, മനസ്സിലായില്ലേ? ഡോക്ടർമാരെ കാണിക്കണം. അങ്ങനെ പിന്നെന്താ സംഭവിച്ചത്? ഇവിടെ വന്നിരുന്നു, മാഷാ അല്ലാഹ്. പിന്നെ പോയി സ്കാനിങ് എടുത്തപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ടെപ്പൊരു കുഴപ്പമില്ല, മാഷാ അല്ലാഹ്. 5 ഡോക്ടർമാരെന്ത് പറഞ്ഞു? ഗർഭപാത്രം എടുത്ത് കളയാൻ പറഞ്ഞു. രോഗാണ്. ഒരു സ്കാനിങ്ങിൽ കണ്ടത് പറയണല്ലോ. പക്ഷേ ഇവിടെ വന്നു, സലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ തുടങ്ങി. ഇവിടെ വന്നു പോയതിനു ശേഷം എന്തായി? വീണ്ടും ഒരു MRI സ്കാനിങ് എടുക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു, ഓപ്പറേഷത്തിന് വേണ്ടി. അതെടുത്തപ്പോ അങ്ങനത്തെ ഒരു കുഴപ്പം ഗർഭപാത്രത്തിന് ഇല്ല. അത് യതീം മക്കളെ ബർക്കത്താണ്. അല്ലാഹുവിനെ ആ രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. കേട്ടോ? ഒരു തക്ബീർ വെച്ചു. നേരത്തമ്മ ഇതെന്താണ്? ഞാൻ ഇവിടെ ചെവിവേദനയായിട്ട് വന്നിരുന്നു. പിന്നെ ഇപ്പൊ പണിക്കൊന്നും പോകാൻ വയ്യ. തങ്ങൾപ്പാപ്പ പറഞ്ഞു എന്നോട് പണിക്കൊന്നും പോകണ്ട, എന്റെ ഉമ്മയുടെ മാതിരി. നോക്കിക്കോളാം. വന്നിട്ട് എത്ര വയസ്സുണ്ട്? എനിക്ക് 63 വയസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ പണിക്ക് പോവുക. ഞാൻ പറഞ്ഞു പണിക്ക് പോകണ്ട, ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ രോഗമൊക്കെ മാറി, സുഖമില്ലാതെ വന്നിരുന്നു. ഇപ്പൊ പണിക്ക് പോക്കുണ്ടോ? ഇപ്പൊ പണിക്കൊന്നും പോക്കി ആരും പണിക്ക് വിളിച്ചിട്ടില്ല. ഇവിടെ വന്ന് പോയി. പിന്നെ ഈ പണിക്ക് പോകണ്ട, പണിക്ക് പോണില്ല. ഞാൻ ഒരു 10-25 താറാവിനെ മേടിച്ചിട്ട് മാഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ പ്രായത്തിൽ ഞാൻ നോക്കണ്ടേ? എന്റെ മനെ പോലെ ഈ പ്രായത്തിൽ പണിക്ക് എത്ര വിഷമം നമുക്കുണ്ടാവും കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉമ്മാന്റെ സുഖമില്ലാതെ വന്നിരുന്നു, അസുഖമൊക്കെ മാറി. അതിന് ഒരു സമ്മാനമായിട്ട് തന്ന മോതിരാണ്. ഒരു 63 അതിനെ കൊടുത്തേ കയ്യുള്ളൂ. അല്ലാഹു യതീം മക്കളെ ബർക്കത്തുണ്ട്. ഇനി ഒരു രോഗം അല്ലാഹു കൊടുക്കാതെ കേട്ടോ. ഇനിയൊരുള്ളല്ലോ അങ്ങോട്ട് യതീം മക്കൾക്ക് അതെന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? സുഖപ്രസവം അല്ലാഹു ബർക്കത്ത്. എന്റെ മകന് 4 വർഷമായി കള്ളിനും ഇതിനൊക്കെ അടിമയെന്നു, വലിയ വിഷമത്തിലേന്നു. ഉമ്മ ഇവിടെ വന്നു, ഇപ്പൊ നന്നായി. പണിയായി. ഇപ്പൊ സുഖമുള്ള പണിയാ. 12 മണി വരെ രാത്രി നിസ്കാരം തുടങ്ങി. മാഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത്. കല്യാണത്തിന് ഒരു ചാക്ക അരി 5000 ഉറുപ്പിക. പിന്നെ മകനെ 4 കൊല്ലായി കള്ള് കുടിച്ച് തമ്മാടി നടക്കുന്നു. ഉമ്മ ഇവിടെ വരവുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പൊ മോൻ നന്നായി. ഇപ്പൊ ഗൾഫിൽ പോയി 5 വഖ്ത് നിസ്കരിക്കാൻ തുടങ്ങി. അല്ലാഹു മകൾക്ക് അല്ലാഹ് ഹൈറും ബറക്കത്തുള്ള പ്രദാനം ചെയ്യട്ടെ. അതിനൊരു ചാക്ക അരി. പിന്നെ ഇതോ മാഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത്. ഇനി മതി അടുത്ത ശരിയായി. ജോലിക്ക് കയറിയാ അതിനകത്തൊരു ശമ്പളാണിത്. ഇതാർക്കും പൈസ എത്തിയ കുട്ടികൾക്ക് ഓലിക്ക് അല്ലാഹു തക്ബീർ ചൊല്ലട്ടാ. ഇതാർക്കും സ്വർണം എത്തിയ മക്കൾ. മാഷാ അല്ലാഹ് ഇവിടെ വന്നീനോ? അല്ലാഹു ബർക്കത്ത്. ബാത്തിലാക്കില്ലേ? അണ്ടാശയത്തിൽ മുഴയുന്നു. ഇവിടെ വന്ന് ഒന്ന് പോയി, ഒന്നും പറയണ്ട്. അത് അല്ലാഹു എന്തായിട്ട് ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റി കൊടുക്കും. അതൊക്കെ എത്തിയ മക്കള് പവറാണ്. പിന്നെ സലാത്തുൽ ഫാത്തിഹ കഴിഞ്ഞ ആഴ്ച മോതിരം മാറി അസുഖം ഗുളിക കുടിച്ചിരുന്ന അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ടെൻഷനൊക്കെ മാറി. ഇതെന്താ? മകന് ഗൾഫിൽ പോയിട്ട് ജോലി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജോലി ശരിയായോ? ഇവിടെ വന്നിരുന്നു 5 ദിവസം.
അള്ളാഹു അല്ലേ, അള്ളാഹു എല്ലാവരും ഇതൊക്കെ എത്തി മക്കള് പവറാട്ടോ. നമുക്കല്ല ഒരു കറാമത്ത് എന്തില്ല തന്നിട്ടില്ല. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹ് റഹ്മത്ത് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 2-3 പവന് കിട്ടും. അള്ളാഹു തന്നവർക്ക് ധാരാളം സമ്പത്ത് അള്ളാഹു കൊടുക്കട്ടെ. നമ്മളെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ തരുന്നതൊക്കെ മുതലേ ഇനിയിപ്പോ ഈ സ്വലാത്ത് ആൾക്കാർ പൂട്ടിച്ചാലും ഈ ചികിത്സ പൂട്ടിച്ചാലും ഇവിടെ കിട്ടണ മുതൽ എന്ത് ചെയ്യും? പരസ്യമായിട്ട് പറയും. പറയണ്ടേ അല്ലേ? അള്ളാഹിനെ പേടിച്ചാ പോരെ, പടപ്പുകളെ പേടിക്കണ്ടല്ലോ. ശൈത്താൻ വട്ടത്തിങ്ങനെ പറക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിനുണ്ട്. അതുകൊണ്ട് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും? പറയും. എത്ര ആൾക്കാർ വേദനിപ്പിച്ചാലും അതൊന്നും നമുക്ക് എന്തില്ല പ്രശ്നം അല്ല. അള്ളാഹു തന്നവർക്ക് റഹ്മത്തുള്ളാഹി അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. എന്റെ ലക്ഷ്യം എന്താ അറിയോ? എന്റെ ലക്ഷ്യം എന്റെ മുമ്പിൽ 100 ചില്ലാൻ എത്തിയ മക്കളുണ്ട്, 5 മക്കളുണ്ട്, 8 മാസം 10 മാസം പിന്നെ മാസം പ്രായമുള്ള മക്കള്, 2-3 വയസ്സ് 5-8 വയസ്സ്. ഓലെ നോക്കണം. ഞാൻ യതീമായി നടക്കുമ്പോ ഞാൻ വാപ്പി ആരുമില്ലാതെ നടക്കുന്ന സമയത്ത് എനിക്ക് മുട്ടായി അല്ലെ, ഞാൻ മുട്ടായി പെറുക്കി തന്നിക്കണ ആരുമില്ല. ആ അവസ്ഥ മറ്റുള്ള മക്കൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മരിക്കോളം എന്റെ അവസ്ഥ എന്റെ മുമ്പില് യതീം മക്കളാണ്, അവരെ ഞാൻ സംരക്ഷിക്കും. അതിൽ ഞാൻ ഇനിയിപ്പോ യതീം മക്കൾ സംരക്ഷിക്കുന്ന അല്ലാഹു എന്ത് ചെയ്യട്ടെ? അല്ലാഹു തരട്ടെ. ആരും എന്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് യതീം മക്കളെ നോക്കുക അല്ലെ. ഇതെന്തമ്മ സലാത്തുക്കോ സ്ഥലത്തുക്കോ മോന് ചെറിയൊരു പ്രേമൊക്കെ കിട്ടി. ഇപ്പൊ ഗൾഫ് പോയി അറിയൂല. ഇവിടെ വന്നീന എന്റെ മകന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ജോലിക്ക് പോയി, ഗൾഫിൽ പോയി, ഇപ്പൊ ശമ്പളം അയച്ചു. ലത്തീമക്കാണ് അല്ലാഹു ബർക്കത്ത് ചെയ്തത്. 15,000 അല്ലേ. അൽഹംദുലില്ലാഹ്. ലത്തീമക്കളൊക്കെ അതിച്ച് ബേജാറില്ല. ചെത്തിമക്കളെ കാര്യത്തിലൊന്നും കുട്ടികളെ കെട്ടുകണ്ടത് അതങ്ങനെ കൊടുന്നേരല്ല. അള്ളാഹു ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ അതൊന്നും കേട്ടോ സംബന്ധിച്ച് അള്ളാഹു എല്ലാവർക്കും ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ ഭർത്താവ് വരാൻ പറ്റാതെ ഗൾഫിലേനു. തങ്ങളിട്ട് വന്ന് പറഞ്ഞ് ശരിയായിക്കണേ. മാഷാ അല്ലാഹ്. നിങ്ങൾ എവിടുന്ന് വരുന്നേ? ഞാൻ പൂങ്ങോട്. ഭർത്താവ് 7 കൊല്ലം ഗൾഫിൽ വരാൻ പറ്റാതെ കുടുങ്ങി നിൽക്കുന്നു. ഇവിടെ വന്ന് ഇപ്പൊ ഭർത്താവ് വന്നപ്പോ സന്തോഷാണ്. അത് സലാത്തിന്റെ പവറാട്ടോ. അള്ളാഹു നമുക്കൊന്നും ഇല്ല തന്നിട്ടില്ല. ഒരു കറാമത്ത് ഇച്ചില്ല. കറാമത്തിന് എങ്ങനെ ഇച്ച് പണിച്ചപ്പോ ഞാൻ ആശുപത്രിക്ക് പോയി. അപ്പൊ രോഗം വന്ന് എന്ത് ചെയ്യണം? പക്ഷെ അതെല്ലാവർക്കും വേണ്ടി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. 5,000 രൂപ തന്നീന്ന് ഫളിൽ പറയാൻ പറ്റില്ല. അള്ളാഹു ബർക്കത്ത്. എല്ലാവർക്കും വേണ്ടി തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ സലാം ഇതൊക്കെ എത്തിയമ്മക്കൊക്കെ. അപ്പൊ ഞാൻ പറയാം നമുക്ക് ഇങ്ങോട്ട് ശരിയായില്ല. എന്താ മാഷാ അല്ലാഹ് റാഹത്തായി ഒക്കെ റാഹത്തായി. അല്ലാഹു ബർക്കത്ത് റാഹത്തായി ഇരിക്കും. അപ്പോളേ ഇനി എനിക്ക് പറയാനുള്ളത് അവിടെ ഇനി എനിക്ക് പറയാനുള്ളത് എല്ലാവരും തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി